ஆண்டவருடைய நாமம் மகிமைப்படுவாராகട്ടെ. ஆண்டவர் நமக்கு பின்னையும் ஒரு நாளும் கூட தந்திരിക്കെ ஆண்டவர் செய்த பெரிய കാര്യത്തിനായി നമുക്ക് അവനെ സ്തോത്രം പണിടാം. അവൻ നമുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളെയും നമ്മൾ ഓർക്കാം. അവൻ നമ്മളെ വീണ്ടെടുത്തതിനായി നമുക്ക് സ്തോത്രം പണിടാം. അവൻ നമുക്ക് ജീവൻ തന്നതിനായി നമുക്ക് സ്തോത്രം പണിടാം. അവൻ നമുക്ക് നരകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തതിനായി നമുക്ക് സ്തോത്രം ചെയ്തിടാം. നമുക്ക് നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ നമുക്ക് സ്തോത്രം പണിടാം. അവൻ നരകത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചാച്ച്, അല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ താൻ പോകേണ്ടവരായിരുന്നു. ആ നരകത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച ആ ആണ്ടവർക്ക് നമുക്ക് എത്ര സ്തോത്രം പണിയാലും പോരമാട്ട്. എന്നാൽ നമുക്ക് ഇന്ന് നമ്മൾ എഫെസ്യ ലേഖനത്തിൽ നിന്നും നമ്മൾ പിന്നെയും നമ്മൾ വചനങ്ങൾ വാസിക്കാൻ പോവുകയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ നമ്മൾ 4 വരെ നമ്മൾ വാസിച്ചാച്ച് നമ്മൾ 5-ാം വാക്യം മുതൽ നമുക്ക് പിന്നെ വാസിച്ചിടാം. ഇங்கே என்ன அப்போஸ்தலனாയ പൗല് ആണ്ടവരുടെ വചനം നമ്മളോട് சொல்லுன்னு നമ്മൾ കേട്ടിടാം. ഈ നമ്മൾ 5-ാം വാക്യത്തിൽ നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. ആണ്ടവർ சொல்லுவாണ് നമ്മൾ അതിക്രമങ്ങളാൽ പാവത്താൽ മരിച്ചവരായിരുന്നു. നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചിരിക്കെ, അതായത് ആണ്ടവർ നമ്മളെ അതിക്രമം മരിച്ച നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒപ്പം, ആണ്ടവരായ യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മെ കൃപയാൽ നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കെ, അതിനായി നമുക്ക് ആണ്ടവരെ സ്തോത്രം പണിടാം. ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്തിന് അപ്പടി ചെയ്തേ എന്ന് നമ്മൾ കേട്ടാൽ 6-ാം വചനത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ചൊല്ലിയിടുക. 6-ാം വചനത്തിൽ എന്നെ ചൊല്ലുവെന്ന് നമ്മൾ പാത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചൊല്ലുകയാണ്, ക്രിസ്തുയേശു നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ കൃപ അത്യന്തനത്തെ വരും കാലങ്ങൾ കാണിക്കേണ്ടത്. അവന്റെ വാത്സല്യം, അല്ലെങ്കിൽ അവന്റെ നേസം, അല്ലെങ്കിൽ അവന്റെ കൃപ, അല്ലെങ്കിൽ അവന്റെ കരുണ നമ്മളോട് കാണിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ പ്രിയം നമ്മളെ കാമിക്കാൻ വേണ്ടി താൻ ആണ്ടവർ അയ്യപ്പടി ചെയ്ത് അവൻ ക്രിസ്തുയേശു നമ്മെ അവന്റെ കൃപ കാണിക്കാൻ, അവന്റെ കൃപയുടെ അത്യന്തന, അത് ചൊല്ലിക്കുകയും കൃപയുടെ അത്യന്തധനം, വാത്സല്യത്തിൽ തന്നെ കൃപയുടെ അത്യന്തധനം, അതായത് ആ ധനത്തെ പറ്റി അതിനെ നമുക്ക് சொல்ல முடியாது. അപ്രകാരമായ ദാനത്താൽ നമ്മളെ വരം അത് കാമിക്കാൻ വേണ്ടിത്താൻ ആണ്ടവരായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതെന്ന് എനിക്ക് ചൊല്ലു. 7-ാം വാക്യത്തിൽ എന്നെ വാസിക്കുന്നത് ക്രിസ്തുയേശു അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് ഇപ്പൊ ഇനി നമ്മൾ ഇനി 7-ാം വാക്യത്തിൽ നമുക്ക് എന്നാ പാക്കത് ആണ്ടവർ ഇങ്ങനെ ചൊല്ലുകയാണ്, നമ്മളെ ക്രിസ്തുയേശുവിൽ നമ്മളെ ഉയർപ്പിച്ചു. അതായത് നമ്മൾ മരിച്ചവരായിരുന്നു. നമ്മൾ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അതിക്രമങ്ങൾ മരിച്ചിരുന്ന നമ്മളെ ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മളെ ഏൽപ്പിച്ചാച്ചേ, എത്ര വലിയ ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾ മരിച്ചവരായിരുന്നു, നമ്മളെ മരണത്തിൽ നിന്നും വിടുതൽ തന്ന്, അല്ലെങ്കിൽ മരണത്തിന്റെ ആ സ്ഥിതിയിൽ നിന്നും മാറ്റം വന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, 2-ാമത്തെ കാര്യം എന്നാ അതിൽ വായിക്കുന്നത്, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അവൻ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അതായത് എത്ര വലിയ കാര്യം. അവൻ നമ്മളെ എഴുന്നേൽപ്പിച്ചു എന്ന് മറ്റുമല്ല, അവൻ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയാച്ചേ. എത്ര വലിയ കാര്യമാണെങ്കിൽ ചൊല്ലുന്നത്. ആണ്ടവർ 2 കാര്യത്തിനാൽ എന്തുകൊണ്ട് കൃപ നമ്മളെ കാമിച്ചു എന്ന് നമ്മൾ ചൊല്ലിയാൽ, അത് ആണ്ടവർ 2 കാര്യത്തിനാൽ, ഒന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, അതായത് മരണാവസ്ഥയിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി. 2-ാമത്തേത് അവൻ നമ്മളെ ഇരുത്താൻ വേണ്ടി, അതായത് അവൻ സ്വർഗത്തിൽ, അത് ഇങ്ങനെ ലോകത്തിലല്ല, സ്വർഗത്തിൽ ഇരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവനോടൊപ്പം ഇരുത്താൻ വേണ്ടി താൻ ആണ്ടവർ അപ്പടി ചെയ്ത്. 8-ാം വാക്യത്തിൽ എന്നാ വാസിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. ഇപ്പൊ ഇങ്ങ അപ്പോസ്തലനായ പൗലോസ് പിന്നെ ചൊല്ലുകയാണ്, നീ എപ്പടി രക്ഷിക്കപ്പെട്ടിരിക്കെ, അതിന്റെ കാരണം എന്ത്? അതിങ്ങ
கிருபையாலல்லோ நீ ரசிக்கப்பட்டிருக்கிறது. அதை ஆண்டவர் சொல்லுது, இங்கே வசனம் சொல்லுது, நீ கிருபையாലാണ് രക്ഷിക്കപ്പെട്ടത്, അല്ലാതെ നിന്റെ പ്രവൃത്തിയാൽ അല്ല നീ രക്ഷിക്കപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ നീ നേസിച്ചുകൊണ്ടല്ല നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആണ്ടോട് നിന്നെ നേസിച്ച, നിന്നോട് കൃപ കാണിച്ച, കൃപയെന്ന് ഞാൻ சொல்லியாச்சு, കൃപയെന്ന് சொல்லிയാൽ നിനക്ക് തേവപ്പെടാത്ത നേസം അല്ലെങ്കിൽ തേവപ്പെടാത്ത കാര്യം, അതായത് നിനക്കത് യാതൊരു രീതിയിലുമേ கிடைக்காத കാര്യം ആണ്ടവർ നിനക്ക് നൽകിയാച്ച്, അതുമൂലം നിന്നെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ നിങ്ങൾ കാരണമല്ല, ഇങ്ങനെ சொல்லுது, അതിനെ നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ കാരണം കൊണ്ടല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, എന്നാൽ ദൈവത്തിൻ്റെ அது தானம் அത്രയാകുന്നു. அது இங்கே சொல்லுது, அது ஆண்டவரோட தானம் എന്ന് சொல்லிയാൽ നമുക്ക് അത് ഗിഫ്റ്റ് എന്ന് சொல்லிയാൽ എന്ന് പറഞ്ഞാൽ നിനക്ക് தேவைப்படாதது ஆண்டவர் നിനക്ക് തരും. അതായത് നിനക്ക് ദാനത്തെ പറ്റി നിനക്ക് കേൾക്കാൻ முடியாது, എനിക്ക് ദാനം തന്നിട്ട് നീ அப்படி சொல்ல முடியாது. എന്നാൽ അവൻ്റെ ചിത്തം അനുസരിച്ച്, അവൻ നിന്നോട് നേസിച്ചതനുസരിച്ച്, അവൻ്റെ നേസം നമ്മളെ കാണിക്കാൻ വേണ്ടി അവൻ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അനുപ്പി, അവൻ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മക്കളാക്കി, അവൻ നമ്മളെ സ്വർഗത്തിൽ നമ്മൾ ഇരുത്തിയാച്ച്. എത്ര വലിയ കാര്യമാണ് നമ്മൾ ഇങ്ങനെ പാക്കുന്നത് നമുക്ക് കാണാം. അത് ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അത് சொல்லுകയാണ്, അത് ദൈവത്തിൻ്റെ ദാനമാകും. നിന്റെ പ്രവൃത്തി അല്ല, നിന്റെ യാതൊരു കാര്യമേ അല്ല, നിന്റെ പുണ്യകാര്യങ്ങളല്ല നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ആരും 9-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് എന്നതിൽ ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തി കാരണമല്ല. ഇங்கே വളരെ ക്ലിയറായിട്ട് சொல்லுது, നീ പ്രശംസിക്കാതിരിപ്പാൻ, അല്ലെങ്കിൽ ആരുമേ ഈ ലോകത്തിൽ ആരുമേ പ്രശംസിക്കാൻ മുടിയാതെ എന്നാ ഓ എൻ്റെ പ്രവൃത്തി കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടെ, അത് നിന്റെ പ്രവൃത്തി കൊണ്ടല്ല. നീ എന്നാ പണിയാലും നിനക്ക് രക്ഷ கிடைக்காது. എന്നാൽ ആണ്ടോട് നിന്നെ നേസിച്ച് അവന്റെ ദാനം, അല്ലെങ്കിൽ അവൻ നമുക്ക് ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്. അവന്റെ ഗിഫ്റ്റാലാണ് നമുക്ക്, അല്ലെങ്കിൽ അവന്റെ ദാനം മൂലമാണ് നമുക്ക് രക്ഷ கிடைச்சாച്ചേ. അത് രക്ഷ கிடைച്ചതുകൊണ്ട് നമ്മൾ എന്നാ സാധിച്ചാച്ചേ, നമ്മളെ സ്വർഗത്തിൽ നമ്മൾ ഇരുത്തിയാച്ച്. നരകത്തിലല്ല, നമ്മൾ എங்கே പോകേണ്ടതായിരുന്നു? നരകത്തിൽ പോകേണ്ടതായിരുന്നു. നരകത്തിൽ നിന്നും നമ്മളെ സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിരിക്കും. ഓ, എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് എங்கே ചൊല്ലിയിരിക്കും. 10-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുവെ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഇങ്ങനെ ചൊല്ലുന്നത്, അവന്റെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് നമ്മളെ പണിയാച്ച് എന്ന് ചൊല്ലിയാൽ, നീ മരിച്ച ഒരവസ്ഥയിൽ നിനക്ക് ജീവിക്കാൻ ഒരു രീതിയിലും കഴിയാത്ത നിന്നെ വ്യക്തി ആണ്ടോർ തൻ്റെ കൈ കൊണ്ട് നിന്നെ മെനഞ്ഞാച്ച്, അല്ലെങ്കിൽ നിന്നെ ഉണ്ടാക്കിയാച്ച്, നിന്നെ സൃഷ്ടിച്ചാച്ച്. അതാണ് അവന്റെ കൈപ്പണിയായ സൽപ്രവൃത്തികൾക്കായിട്ട്, അവന്റെ കൈപ്പണിയായ സൽപ്രവൃത്തി, അല്ലെങ്കിൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടിയായിട്ടാണ് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അതായത് നമ്മൾ ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അതായത് നമ്മൾ നേരത്തെ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അതായത് ക്രിസ്തുയേശുവിൽ, അതായത് അവനാൽ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്, ഫോർ വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ് ആൻഡ് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ്. വളരെ ക്ലിയർ ആയിട്ട് சொல்லுது, ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ്. അതാണ് ഇങ്ങനെ சொல்லுது, ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അണ്ടു ഗുഡ് വർക്ക്സ്. എന്തിനെ ആണ്ടവർ സൃഷ്ടിച്ചാച്ചേ? അതിന് കാരണം ഇങ്ങനെ சொல்லுது, നീ നല്ല പ്രവൃത്തി ചെയ്യാൻ വേണ്ടി. നീ എന്തിനാ നിന്നെ ആണ്ടവർ സൃഷ്ടിച്ചേ? നീ നല്ല പ്രവൃത്തി പണ്ണണം. നീ നല്ല പ്രവൃത്തി പണ്ണുന്ന മുഖാന്തരം ആണ്ടവരുടെ നാമം മഹിമപ്പെടും. അതുകൊണ്ട് ഇതാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്. നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ അത് മറ്റുമല്ല, നമ്മൾ എന്തിനാ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്? അവന്റെ നല്ല പ്രവൃത്തി പണ്ണാൻ വേണ്ടിയാണ് അവൻ നമ്മളെ നല്ല പ്രവൃത്തി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു നാം ചെയ്തു പോരേണ്ട ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അതിനുവേണ്ടി ആണ്ടവർ മുന്നമേ പണിയാച്ച്. ഓ, എത്ര വലിയ കാര്യമാണ്. 11-ാം വാക്യത്തിൽ എന്നാ നമ്മൾ വാസിക്കുന്നത്? ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ഇങ്ങനെ சொல்லுவ, നീ പിന്നെ ആണ്ടവർ சொல்லுവാൻ, നിന്റെ കണ്ടീഷൻ എപ്പോഴായിരുന്നു? നീ ഏത് രീതിയിലായിരുന്നു? നീ പ്രകൃതിയാൽ ജാതിയായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ നീ നരകത്തിന് യോഗ്യരായിരുന്നു, നീ നരകത്തിൽ പോകേണ്ടവരായിരുന്നു, നീ
നരകത്തിലേക്ക് തന്നെ പോകുക. നീ മാർച്ച് നീ എങ്കേക്ക് നടക്കുമായിരുന്നു? നരകത്തിലേക്ക് നടക്കുമായിരുന്നു. എന്നാൽ ആണ്ടവർ നമ്മളെ നരകത്തിൽ നിന്നും വീണ്ടെടുത്ത് സ്വർഗത്തിൽ എത്തിയാച്ചേ. എത്ര വലിയ കാര്യമെങ്കിൽ. ആകയാൽ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. നിങ്ങളുടെ സ്വഭാവം ജാതികൾ എന്ന് പറഞ്ഞാൽ പാവം ചെയ്യുന്ന വ്യക്തികളെ പറ്റിയാണെങ്കിൽ ജാതികൾ എന്ന് ചൊല്ലിയിരിക്കും. അതായത് ആണ്ടവർ നിന്നെ തിരഞ്ഞെടുത്തില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കാത്ത നിങ്ങളെ ജാതികളായിരുന്നു. നിങ്ങളെ ആണ്ടവർ നിന്നെ തിരഞ്ഞെടുത്ത് നിന്നെ മക്കളാക്കി നിന്നെ എங்கே കൊണ്ടിരുത്തിയാച്ചേ? സ്വർഗത്തിൽ എത്തിയാച്ചേ. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് കയ്യാലുള്ള പരിശീലനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇങ്ങ 11 വാസത്തിൽ നമ്മൾ who are called uncircumcision by that which is called the circumcision in the flesh made by hand. അതായത് നമുക്ക് ജഡത്താൽ കയ്യാലുള്ള പരിശോധനയല്ല, കൈകൊണ്ട് ചെയ്ത പരിശോധനയല്ല. പരിശോധന എന്ന് ചൊല്ലിയാൽ വേറെ ഒന്നുമല്ല. പരിശോധനയാൽ നമ്മൾ ആണ്ടവർക്ക് വേണ്ടി മാറ്റപ്പെട്ട വ്യക്തികൾ. അതായത് പരിശോധന എന്ന് ചൊല്ലിയാൽ നമ്മുടെ ശരീരത്തിൽ ആണ്ടവർക്ക് ഒരു മാർക്ക് നമ്മൾ കാണിക്കുക. അതായത് നമ്മൾ ആണ്ടവർക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം. അതാണ് പരിശോധന. നമ്മൾ ആണ്ടവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും അങ്ങനെ നമ്മൾ കൈകൊണ്ട് പണിയ പരിശോധനയാൽ അല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ആര് പണിയ പരിശോധനയാ? നമ്മൾ അഗ്രചർമ്മക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടു. നമ്മൾ അപ്പടി അഗ്രചർമ്മം അല്ലെങ്കിൽ നമുക്ക് ചർമ്മമുള്ള അല്ലെങ്കിൽ നമ്മൾ പാപികൾ ദോഷികൾ എന്ന് നമ്മൾ വിളിക്കപ്പെട്ടവരായിരുന്നു. അന്നേരം ആണ്ടവർ നമ്മളോട് കാണിച്ച പെരിയ കാര്യം നമുക്ക് ഇങ്ങനെ കാണുകയാണ്. നമ്മൾ വാസിച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് ബാക്കിലോട്ട് പോയി നമുക്ക് പാക്കണം. ഒന്നാമത് നമ്മൾ തിരിയണം, നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചിരിക്കുന്നു. ആണ്ടവരായ ക്രിസ്തുവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോഴും നമ്മളും ജീവിച്ചു. അത് മറ്റുമല്ല, നമ്മൾ കൃപയാൽ അത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ പ്രവൃത്തിയാലല്ല, കൃപയാൽ അത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ എന്നാ വായിക്കുന്നത്? യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ, അതായത് അവൻ്റെ സ്നേഹം നമ്മളെ കാണിക്കാൻ, അവൻ്റെ ആ ഇഷ്ടം നമ്മളെ കാണിക്കാൻ വേണ്ടി അവൻ്റെ കൃപയുടെ അത്യന്തദിനത്തെ, അല്ലെങ്കിൽ ആണ്ടവരുടെ അത്യന്തദിനം നമ്മെ കാണിക്കാൻ വേണ്ടി നമ്മളെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് അവൻ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതായത് നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ ആണ്ടവർക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ നമ്മളെ വീണ്ടെടുത്താച്ച് അവൻ നമ്മളെ മക്കളാക്കിയ, നമ്മളെ അവകാശമാക്കിയാക്കി. ഇപ്പോൾ നമ്മളിതെല്ലാം വായിച്ചതെല്ലാം നമ്മൾ പാക്കുന്നതെല്ലാം ആണ്ടവർ നമ്മൾ ചെയ്ത നമ്മുടെ നേസമാണ് നമ്മൾ കാണുന്നത്. അവൻ നമുക്ക് അർഹതയില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് തേവപ്പെടാത്ത കാര്യം ആണ്ടവർ നമ്മോട് ചെയ്താച്ച് ആണ്ടവരുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് നാളേക്ക് പിന്നെ പാക്കലാം.